ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഈ ഒരു വീഡിയോ ഹിക്കാൻ്റെ ബ്രദറും ഫാമിലിയൊക്കെ വന്നതിൻ്റെ പിറ്റേ ദിവസം തൊട്ടടുത്ത ദിവസം എടുത്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ രാവിലെ മുതലേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവർക്കൊക്കെ മുത്തും ഹിക്കാക്കും ഷോപ്പിലേക്ക് പോകണം. അവർ ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്യുന്ന സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ ഉണ്ട്. ഇവിടെ മുതൽ രാത്രി ഇവർ പോകുന്നത് വരെ നമ്മൾ കിടക്കുന്ന വരെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോസ് മുഴുവനായിട്ട് കാണുക. അപ്പോൾ രാവിലെ എണീറ്റ് പാടെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ തന്നെ ഇവർക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറാക്കുന്ന സമയത്ത് ഞാൻ താത്താൻ്റെ അവിടെയാണ് കേട്ടോ ഇങ്ങനെ സംസാരിക്കുന്നത്. താത്ത പറയുന്നു മുത്തുവിനെ അധികം അമർത്തിയിട്ട് ചോറും കാര്യങ്ങളൊന്നും ആക്കണ്ട, കുറച്ചാക്കിയാൽ മതി എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് കുറേ കറികളും ഇനി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആളെന്തായാലും രാത്രി വരുമ്പം എന്തായാലും പറയും, മേം എന്തായാലും കുറേ കറിയൊക്കെ ആക്കി തന്നിട്ടുണ്ടെന്ന് പറയുന്നൊക്കെ താത്ത ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ കടലക്കറിയും അതുപോലെ തന്നെ ബീട്രൂട്ട് ഉപ്പേരിയും മീൻ പൊരിച്ചതൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കടലക്കറി നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ലഞ്ചിനേക്കും അത് തന്നെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അപ്പം ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി രണ്ടുപേരതും എന്താക്കിയ സെപ്പറേറ്റ് തന്നെ ആക്കിയിട്ട് ഒരു കവറിൽ കെട്ടിയിട്ട് വേണം കേട്ടോ ബാഗിൽ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ അവിടെ വെച്ചു. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ഇക്ക കുളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മുത്തു ഇക്കാനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ എന്താക്കി ഫുഡും കാര്യങ്ങളൊക്കെ ടേബിളിൽ അറേഞ്ച് ചെയ്തു. നമ്മുടെ പുട്ടും കടലക്കറിയും അതുപോലെ തന്നെ തലേ ദിവസത്തെ നമ്മളെ ബിരിയാണി ഉണ്ടല്ലോ, ചിക്കൻ ബിരിയാണിക്കാണ് കേട്ടോ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ചായയും ഓരോ ഗ്ലാസ്സിലേക്ക് ഇതാക്കുകയാണ്. അപ്പം റിച്ചുവൊക്കെ ഉറങ്ങി എണീറ്റ് പല്ലൊക്കെ തേച്ച് അങ്ങനെ ഇരിക്കുന്നു കേട്ടോ. സച്ചു പിന്നെ എണീറ്റിട്ടുണ്ടായിരുന്നില്ല, ആൾ നല്ല ഉറക്കത്തിലാണ്. പിന്നെ അത് ഓളിനെ എണീറ്റിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതാ ആൾ എണീറ്റ് സോഫയിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉറക്കത്തിൻ്റെ ആ ഒരു ഹാങ് ഓവർ മാറാത്തതുകൊണ്ട് തന്നെ ആളങ്ങനെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എണീറ്റ് പോയിട്ടുള്ളതായിരുന്നു കേട്ടോ. ഓനെ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം എന്താക്കാം, ക്യാമറ ഓഫാക്കി വിചാരിച്ചിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കാമെന്ന് കേട്ടോ. അപ്പം ആദ്യം കുറച്ച് പുട്ടൊക്കെ ഇട്ട് കഴിച്ചു. പിന്നെ അതിന് ശേഷം കുറച്ച് ബിരിയാണിയൊക്കെ ഇട്ട് കഴിച്ചു. അങ്ങനെ ചെയ്യുന്നു കേട്ടോ. പിന്നെ മക്കൾ രണ്ടുപേരും രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു. കാരണം ഇക്ക പോകുന്ന സമയമാകുമ്പോഴത്തേക്ക് ആൾ എണീക്കും കേട്ടോ. പിന്നെ പല്ല് കഴിച്ചിട്ട് സച്ചു വന്നു, ഓനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. പിന്നെ ഇതാ മുത്തും റിച്ചും ഇച്ചൊക്കെ കൂടിയിട്ട് നേരെ കമ്പളക്കാടേക്ക് പോകണം. അപ്പം ബേബിക്കും പോകണം എന്ന് പറഞ്ഞിട്ട് ആൾ നല്ല കരച്ചിലാണ് കേട്ടോ. അപ്പം കറിക്ക് എന്തെങ്കിലും മിക്ക വാങ്ങി കൊടുത്തേക്കാൻ പറഞ്ഞിട്ട് റിച്ചുവിനും ഇച്ചുവിനും കൂടി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ സച്ചു കൂടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓളെ കരച്ചിലും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ എന്താക്കി കോമാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബേക്കിലേക്ക് വന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കാനെ കൊണ്ട് കോമാങ്ങ പറിക്കാൻ ചോദിച്ചു, പക്ഷേങ്കിൽ ആൾ പറിച്ചു തന്നിട്ടില്ല എന്ന്. അപ്പം മക്കൾ വന്ന് കിട്ടിയ ചാൻസിന് ഞാൻ എന്താക്കി ഓരെ കൊണ്ട് പറിപ്പിച്ചു കേട്ടോ. അപ്പം മരത്തുമ്മ കയറാൻ പറ്റൂല, കാരണം ഞാൻ പറഞ്ഞല്ലോ കൊമ്പും കാര്യങ്ങളൊന്നും അധികം വലുതല്ലാത്തതുകൊണ്ട് തന്നെ കോണിമ കയറിയിട്ട് പറിക്കലേ നടക്കുള്ളൂ. അങ്ങനെ കോണിമലൊക്കെ കയറി മാങ്ങയൊക്കെ പറിച്ചിട്ടുണ്ട്. അപ്പോൾ സച്ചു അവിടെ കഴുകാനുള്ള പുറപ്പാട്ടിലാണ് കേട്ടോ. പിന്നെ ആ ഒരു സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ തീയൊക്കെ കത്തിച്ച് ചെമ്പിൽ വെള്ളം നിറക്കാൻ കേട്ടോ. അപ്പോൾ ഇതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ തുറമാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുറമാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇക്കാനോട് കുറേ പറഞ്ഞു, ആ ഒരു കോമാങ്ങ പറിച്ചു തരാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ആൾ പറിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. കയറിൽ ഭയങ്കര റിസ്ക് ആയതുകൊണ്ട് തന്നെ ആൾ പറിച്ചു തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പം കുട്ടികളെന്താക്കി എനിക്ക് പറിച്ചു തന്നു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ അടുപ്പത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഗ്യാസുമിൽ വെച്ചാൽ നമുക്ക് മുതലാവില്ല കേട്ടോ. കുറച്ചധികം നേരം നമ്മൾ വെക്കും വേണം. പിന്നെ 2-3 മാങ്ങയാണ് പിന്നെ കുഴപ്പമില്ല, ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ, കാരണം ഇവർക്കൊക്കെ കൊടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സച്ചു ഇവിടെ ഇരുന്ന് കഴുകുന്നുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് ചിരിയാണ് കേട്ടോ വരുന്നുണ്ടായിരുന്നത്, ആളെ ആക്ഷൻസും അതുപോലെ മുഖത്തത്തെ ഭാവങ്ങളൊക്കെ കാണുമ്പം. പിന്നെ എൻ്റെ വൈത്താരത റിച്ചും ഹിച്ചും എസയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഓർക്കും ഇച്ചുവിനും എസക്കും കേൾക്കുന്നുണ്ട്. പിന്നെ ഓരും കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ താത്ത ഈ ഒരു സമയത്ത് അലക്കിയായിരുന്നു, കാരണം മക്കളുടെ ഡ്രസ്സും പിന്നെ കാക്കാൻ്റെ ഡ്രസ്സും ഉണ്ടായിരുന്നു കേട്ടോ. അവർ തലേദിവസം വന്നിട്ടുള്ള ഡ്രസ്സോ മറ്റേയായിരുന്നു. അപ്പം താത്ത അങ്ങനെ ഡ്രസ്സ് അലക്കുന്നുണ്ട്. ഞാനും കുട്ടികളും പിന്നെ എന്താക്കി അകത്തേക്ക് പോയിട്ട് ഈ ഒരു ഞെട്ടുണ്ടല്ലോ ബേക്ക് വശത്തില്ല, അപ്പോൾ അത് മുറിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് മുറിച്ചിട്ട് വേണം നമുക്ക് എന്താക്കാൻ ഇത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ചെനച്ചതൊക്കെ ഞാൻ ജസ്റ്റ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ, പഴുപ്പുള്ളത്. പക്ഷെ അധികമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഏറ്റവും ടോപ്പിലുള്ളതാണ് കേട്ടോ നല്ലോണം പഴുത്തിട്ടുള്ളത്. താഴ്ഭാഗത്തുള്ളതൊക്കെ പച്ചയായിരുന്നു. അപ്പോൾ താഴ്ഭാഗത്തുള്ളതാണ് പറിച്ചത്, കാരണം അതാണല്ലോ നമുക്ക് എത്തുന്ന രീതിയിലുള്ളത്. ബാക്കിയുള്ളതൊന്നും ഹൈറ്റ് എത്തൂല, പിന്നെ ഇനിയും അവിടെ വരെ എത്തൂല കേട്ടോ. അപ്പം അതുകൊണ്ട് ഇതൊക്കെ പെട്ടെന്ന് തന്നെ കഴുകി മുറിച്ച് അവിടെ വെച്ചു. അപ്പോൾ എൻ്റെ ഒപ്പം കുട്ടികളുണ്ടായിരുന്നു കേട്ടോ, സച്ചും റിച്ചും അവരും അരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു റെഡിയാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മളപ്പം തന്നെ അവരും ഓരോ പണിയെടുക്കും കേട്ടോ. അതുകൊണ്ട് പണികളൊക്കെ പെട്ടെന്ന് തീരും. അപ്പോൾ ഈ ഒരു സമയമായപ്പം തന്നെ ഒരു 11 മണിക്ക് ആയിരുന്നു കേട്ടോ. 12 മണി ആവാനൊക്കെ നേരത്തെ ഇരുന്നു നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഏകദേശം ഒന്ന് വേവണം, എന്നിട്ടാണ് നമ്മളത് ഉണക്കാനിടുക കേട്ടോ. അപ്പം സച്ചു റിച്ചു മുറിക്കുന്നുണ്ട്. അപ്പം ബേബിക്കും ഇച്ചുവിനും മുറിക്കുന്നുണ്ട്, ഓനും വരികയാണ് കേട്ടോ. അപ്പോൾ കത്തി കൊടുക്കൂല പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു വെള്ളം വെക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിടണം കേട്ടോ. ഉപ്പിട്ടിട്ട് വേണം നമ്മൾ വേവിക്കാൻ, കുറച്ചിട്ടാൽ മതി. പിന്നെ ബാക്കിയുള്ള ഉപ്പൊക്കെ നമ്മൾ പിന്നെ ഇതിന് ശേഷമാണ് കേട്ടോ ആഡ് ചെയ്യുക. അപ്പോൾ ഞാൻ തലേദിവസം സെലിക്കാക്ക് വരുന്ന സമയത്ത് ഈ ഒരു
വോട്ടിൻ്റെ ഇലക്ഷൻ്റെ ആ ഒരു ബോർഡ് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള തെർമോക്കോൾ ഫുള്ളും കുട്ടികളെടുത്ത് കളിച്ചു. അപ്പം പുറത്തുള്ള ആ ഒരു കാർബോർഡ് ഉണ്ടല്ലോ, അപ്പോൾ അതും ഞാൻ അടുപ്പത്തിട്ടിട്ടുണ്ടെന്ന് അവനെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് ചെറുതായിട്ടുള്ള മഴക്കോളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ബേജാറും ഉണ്ടായിരുന്നു. മഴ പെയ്യല്ലേ 2 ദിവസത്തേക്ക് എന്നുള്ള ആ ഒരു നീയത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഞാനിത് ഇട്ടുകൊണ്ട് നിൽക്കുന്നത്. കാരണം 2 ദിവസം എന്തായാലും ചെറുതായിട്ടുള്ള ഉണക്കും കാര്യങ്ങളൊക്കെ കിട്ടണം, അല്ലെങ്കിൽ മാങ്ങ നാശമാവും കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത് താത്തി മക്കളൊക്കെ മാങ്ങ മുറിച്ച് കഴിക്കാൻ കേട്ടോ. അപ്പം പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു, നമ്മളെ വീട്ടിൽ പറിച്ചിട്ടുള്ള ആ ഒരു മാങ്ങ ഉണ്ടല്ലോ, അപ്പോൾ അതും എല്ലാത്ത മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എസക്കും മിച്ചുവിനും താത്തന്നെ ഫുഡ് കൊടുക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞു ഇത് ഞാൻ നോക്കാം, പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കഴുകുമ്പോഴേക്കും താത്ത മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്ത് പറഞ്ഞിട്ട് ആളെ കൊണ്ട് തന്നെ കഴിപ്പിക്കുകയായിരുന്നു കേട്ടോ, കൊടുപ്പിക്കുകയായിരുന്നു. പിന്നെ ചിക്കനും നമുക്ക് നന്നാക്കാനുണ്ട്. അപ്പം ഞാൻ താത്താൻ ആദ്യം വിചാരിച്ചു ചിക്കൻ കറിയും പിന്നെ എന്തെങ്കിലും ചോറൊക്കെ ആക്കാമെന്ന്, പിന്നെ വിചാരിച്ചു ഇറച്ചിച്ചോറ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം അടുപ്പത്ത് തന്നെ അങ്ങ് ഉണ്ടാക്കാൻ വിചാരിച്ചു. ആ ഒരു മാങ്ങ ആയതിനു ശേഷം അവിടെ തന്നെ ചെമ്പട്ടി വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ചിക്കനും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ ആസ് എ ബേബി റിച്ചുവിൻ്റെ അടുത്താണ് കേട്ടോ ഉള്ളത്. അവൾ ഫുള്ളും ഇന്നലെ വന്നപ്പോൾ മുതൽ അവൻ്റെ വൈത്താലത്ത് തന്നെയായിരുന്നു. റിച്ചു അല്ലെങ്കിൽ സച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ മസാലപ്പൊടികളും കാര്യങ്ങളൊക്കെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കന് പൊരിക്കാനും എടുക്കണം, പിന്നെ കുറച്ച് ചിക്കന് വെച്ചിട്ടാണ് നമ്മൾ ഈ ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പം ഇന്നലത്തെ ആ പോളിങ്ങിൻ്റെ സാധനം കൊണ്ട് തെർമോക്കോളൊക്കെ എടുത്തല്ലോ, ആ ബാറ്ററിയും കൊണ്ട് അവർ വേറെ എന്തോ കളിയൊക്കെ കളിക്കുന്നുണ്ട്, ലൈറ്റ് കത്തിച്ച് കളിക്കുകയോ മറ്റോ ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ഒരു കളിക്കുന്ന കളി കളിക്കട്ടെ, ഞാൻ പെട്ടെന്ന് തന്നെ പണിയൊക്കെ തീർക്കട്ടെ വിചാരിച്ചിട്ട് മസാലയും കാര്യങ്ങളൊക്കെ പെരക്കി വെച്ചു കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് പൈനാപ്പിൾ ഉണ്ടായിരുന്നു, അത് ഞാനും കുട്ടികളും താത്ത എല്ലാവരും കൂടിയിട്ട് നമ്മളും കഴിച്ചു കേട്ടോ. അപ്പോൾ നല്ല മധുരമുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കാനുള്ള എളുപ്പത്തിൽ ആദ്യം തന്നെ മുറിച്ച് പാത്രത്തിലാക്കിയിട്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചത്. അതുകൊണ്ട് നമുക്ക് മുറിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ നമ്മുടെ മാങ്ങ അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു നെങ്ങുന്ന രൂപത്തിലാവണം, എന്നിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. പിന്നെ ഞാൻ താത്ത കോരാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തൊക്കെ പെട്ടെന്ന് തന്നെ വാർപ്പിൻ്റെ മേലെ പോയിട്ട് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിട്ട് കേട്ടോ. കാരണം നമുക്ക് ഈ തുറമാങ്ങ ഉണക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം അല്ലെങ്കിൽ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ആ ഒരു വാർപ്പിലിട്ടുണ്ട്, അഥവാ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതാവൂലേ. അപ്പം ഈ കൊണ്ടേ ഇടുന്നതിൻ്റെ മുമ്പ് നമുക്കിതൊന്ന് മുറിക്കണം കേട്ടോ. അപ്പോൾ 2 വശവും മാങ്ങേൻ്റെ മുറിക്കണം, എന്നിട്ട് വേണം നമുക്ക് കൊണ്ടുപോയിട്ട് ഉണക്കാൻ വേണ്ടി ഇടാൻ. അപ്പോൾ എന്നെ സഹായിക്കാൻ ഇവിടെ സച്ചും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. മേമ ഞാനും മുറിക്കാന്ന് പറഞ്ഞിട്ട് ആളെ കയ്യിലും ഒരു കത്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ എടുക്കുന്നത് റിച്ചോ താത്തിയോ ആരോ ആണ് കേട്ടോ. അപ്പം ആരാന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. അപ്പം ഞാനും സച്ചുവൊക്കെ കൂടിയിട്ട് അങ്ങനെ മുറിച്ചു. പകുതി ആയപ്പോഴത്തേക്ക് പിന്നെ ഓൻ പോയി കേട്ടോ. ബാക്കി പിന്നെ ഞാൻ തന്നെ ഇതാക്കി. മക്കളും റിച്ചും സച്ചുവൊക്കെ കൂടിയിട്ട് പാട്ട് പാടുന്നതിന് തിരക്കിലായിരുന്നു കേട്ടോ. പിന്നെ സച്ചുവിനെ വിളിച്ചിട്ട് ഞാനും സച്ചുവും കൂടിയിട്ടാണ് ഒക്കെ കൂടി നിരത്തി വിടുന്നത്. പിന്നെ ആസ് എ ബേബി വന്നപ്പം പെട്ടെന്ന് തന്നെ ഇട്ടിട്ട് താഴോട്ടേക്ക് തന്നെ പോയിട്ടോ. പിന്നെ നമ്മൾ ചിക്കന് ഫസ്റ്റ് ബാച്ച് പൊരിച്ച് കഴിഞ്ഞു, 2ാമത്തെ ബാച്ച് ഇട്ടിട്ടോ. അപ്പോൾ ഈ ഒരു കല്ല് വെച്ചത് പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എല്ലാ ഭാഗത്തേക്കും തീ അങ്ങനെ എത്തൂല. അപ്പം എന്താക്കി അങ്ങനെ ആക്കി. ഇനി ഇതിനൊരു റിങ് വാങ്ങണം കേട്ടോ ഇൻഷാ അല്ലാ, എന്നാലാണ് നമുക്ക് നല്ലോണം ഇതാവുള്ളൂ. അല്ലെങ്കിൽ ഈ ചട്ടി ഇതൊക്കെ താഴോട്ടേക്ക് ഇങ്ങനെ ഇറങ്ങി പോവാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അതൊന്ന് റെഡിയാക്കണം. പിന്നെ നമ്മുടെ ചിക്കനും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ പൊരിച്ച് കഴിഞ്ഞു. ഇനിയിപ്പം ചെമ്പട്ടി വെച്ചിട്ട് നമ്മുടെ ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇറച്ചിച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എല്ലുള്ള കഷ്ണങ്ങളും ലിവറും അങ്ങനെ അല്ലറച്ചിലുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സച്ചുവിന് ഇതാ കഞ്ഞിയും മീനും ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് എസക്ക് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കേട്ടോ. എസക്കും ഇച്ചു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഉറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ നമ്മുടെ മസാലപ്പൊരികളും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇത് പെട്ടെന്ന് ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഈ ഒരു ഇറച്ചിച്ചോറ് ഉണ്ടാക്കാൻ. നമ്മൾ ഓയിലൊക്കെ ഒഴിച്ച് ഉള്ളി, തക്കാളി, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ നമ്മളെ കറിവേപ്പില, മല്ലിച്ചപ്പ്, പുതിന അതൊക്കെ കൂടി ഇട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ മസാലപ്പൊടികൾ ഇടുക. പിന്നെ അതിന് ശേഷം അരി ഇടുക, വെള്ളം ഒഴിക്കുക, വെള്ളം നിറക്കുമ്പോൾ അരി ഇടുക. പിന്നെ പെട്ടെന്ന് തീരുട്ടോ. അതിൻ്റെ ഒക്കെ വെച്ച് ഫസ്റ്റ് തന്നെ ചിക്കൻ ഇടാണ് കേട്ടോ. മസാലപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേഗം കഴിയും ചെയ്യും. അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. നമ്മൾ ഈ ഒരു ഫുഡ് കഴിക്കുന്നത് പിന്നെ കുളിയും തേവാരൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും സമയം ഒരു 2:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം. അങ്ങനെ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞു. നമ്മളെല്ലാവരും കൂടി ഇന്നിട്ട് കഴിക്കുകയാണ്. പിന്നെ മക്കൾക്കും ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ചിക്കൻ പൊരിച്ചതും ഇറച്ചിച്ചോറൊക്കെ കൂടി കഴിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ലഞ്ച് ഇങ്ങനെ റാഹത്തായി. പിന്നെ നമ്മൾ രാത്രിക്കേക്കും കൂടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ താത്താനോട് അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് രാത്രിക്കേക്കും കൂടി ഉണ്ടാക്കാം. അപ്പോൾ ഒരു ചിലപ്പോൾ നേരത്തെ പോകുമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഫുഡ് കഴിച്ചിട്ട് രാത്രി പോകാമെന്നാണ് കേട്ടോ. അപ്പോഴേക്ക് ഇതാ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ലൊരു മഴയും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിച്ചുവിനൊക്കെ എടുത്തിട്ട് അകത്തേക്ക് തന്നെ കയറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇവരെ ഉറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇവരൊക്കെ ഒന്ന് കടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഇതാ മക്കൾ എണീക്കും ചെയ്തു. പിന്നെ ഒരു മഗ്‌രിബിൻ്റെ സമയത്ത് 6:30 ആയപ്പോഴാണ് ചായയൊക്കെ കാച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ ചോദിച്ചാൽ എല്ലാവരും ഒന്ന് റെഡി ആവട്ടെ, കാരണം ഫുഡ് കഴിക്കാൻ നമ്മൾ എന്തായാലും ലേറ്റ് ആയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു 6:30 ആയപ്പോൾ പാൽ ചായയും അതുപോലെ തന്നെ ബിസ്ക്കറ്റൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ആസ് എ ബേബി എന്തോ ഇതിൽ ഒക്കെ
എൻ്റെ ഒക്കെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആരടുത്തും പോകുന്നുണ്ടായിരുന്നില്ല. എന്തിനാ കരയുന്നതെന്ന് അറിയില്ല കേട്ടോ. ആവശ്യമില്ലാണ്ട് ഈ ഉറക്കത്തെ എണീറ്റാൽ പെട്ടെന്ന് എണീറ്റിട്ടുണ്ടെങ്കിൽ കുട്ടികളൊരു കരച്ചിലുണ്ടാവില്ല, ആ ഒരു ഇളക്കായിരുന്നു. അങ്ങനെ നമ്മളെ ചായയുടെയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ സെലിക്കാക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ 9:30 കഴിഞ്ഞപ്പം ഇക്കും മുത്തും കൂടി വന്നു. അപ്പം അവർ എത്താൻ എപ്പോഴും ഈ ഒരു സമയം ആകും കേട്ടോ. ഇക്ക വരുന്ന സമയത്താണ് ഓനെ കൂട്ടാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി നിന്നു കേട്ടോ. പിന്നെ പപ്പടവും പൊരിച്ചിട്ടുണ്ടായിരുന്നു, പപ്പടവും ചിക്കൻ പൊരിച്ചതും ഇറച്ചിച്ചോറൊക്കെ കൂടി അങ്ങനെ കഴിക്കണം. മക്കൾക്ക് ഇച്ചുവിനും അസുഖം പിന്നെ നേരത്തെ തന്നെ ഫുഡൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. ഇക്കും മുത്തും വരുന്നതിൻ്റെ മുമ്പ് തന്നെ കൊടുത്തു. എന്നാൽ പിന്നെ ഈ ഒരു ഹറിബറീൻ്റെ സമയത്ത് നമ്മൾ ഇടങ്ങേറാണ്ടല്ലോ വിചാരിച്ചിട്ടോ. പിന്നെ ഫുഡ് കഴിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവരും കൂടി നമ്മൾ ടേബിളിൽ ഇരിക്കും കേട്ടോ. അത് ഇതാണ്. പിന്നെ ഇച്ചുവിന് പിന്നെ എന്തോ ഫോൺ കൊടുത്ത് ഇതിൽ ഓനെന്താക്കി സോഫയിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഞാനങ്ങനെ പാത്രം കഴുകാനും നിന്നു. മക്കളെല്ലാവരും ഇത് അവിടെ വർത്താനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറയുമായിരുന്നു പോകണ്ട, എന്തായാലും രാത്രി ആയില്ലേ, രാവിലെ എണീറ്റ് പോയിക്കോളി, എന്നാൽ പിന്നെ നേരെ തന്നെ മദർസയിലൊക്കെ പോകാമെന്ന്. പക്ഷേങ്കിൽ കാക്കക്ക് എന്തോ ഓട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇതാ പോകാൻ ഇറങ്ങുകയാണ്. അപ്പം ഇച്ചും എസയും ഓരോപ്പം തന്നെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഞങ്ങളും കാക്കാനൊപ്പം പോകാമെന്ന് പറഞ്ഞിട്ട് ഇതാ ഓരോ വൈത്താല ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എനിക്കും ഇക്കൊക്കെ ബായി തരികയാണ് കേട്ടോ. എസയും ഇച്ചൊക്കെ ഇവിടെ നിൽക്കുന്നില്ല, ഞങ്ങളും മേപ്പാടിയിലേക്ക് പോകാമെന്ന് പറയുകയാണ്. അപ്പം മക്കളുണ്ടെങ്കിൽ ഇവർക്ക് സമയം പോകുന്നതും ഒന്നും അറിയില്ല കേട്ടോ. ഞങ്ങളില്ലെങ്കിലും വലിയ പ്രശ്നമില്ല, ഇവരെ കിട്ടിയാൽ മതി കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഫോണൊക്കെ എടുത്ത് ഇക്കാക്കനെ കൊടുക്കുകയാണ് കേട്ടോ. ഫോണൊക്കെ എടുത്ത് വെച്ചോ, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ഇതാ വണ്ടി കയറി. പിന്നെ എങ്ങനെയൊക്കെയോ രണ്ടുപേരും ഇറക്കി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു വിശേഷം. ഇക്കാൻ്റെ ഫാമിലി വന്നിട്ടുള്ള. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.